പ്രിയമുള്ളവരെ, ഉബൈദുള്ളയാണ്. നിങ്ങൾ ഈ വാർത്ത വായിച്ചു നോക്കി. 8 മാസം പ്രായമുള്ള കുഞ്ഞ് കുപ്പിയുടെ മൂടി തൊണ്ടയെ കുടുങ്ങി മരിച്ചു. അതോടൊപ്പം മറ്റൊരു സങ്കടകരമായ കാര്യം കൂടിയുണ്ട്. അവരുടെ ആദ്യ കുഞ്ഞ് 2 വർഷം മുമ്പ് അമ്മിഞ്ഞപ്പാൽ തൊണ്ടയെ കുടുങ്ങി മരിച്ചിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ആ മാതാപിതാക്കളുടെ ഒരു മാനസികാവസ്ഥ എന്താ? 2 പൊന്നു മക്കള് ഇളം പ്രായത്തിൽ മെറ്ററ്റ് വീണ് പോവാന്ന് പറയുമ്പോൾ ഒരാൾക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇവിടെ സംഭവിച്ചത്, ഈ പ്രായത്തിൽ ഒരുപാട് പൊന്നുമക്കള് ചോക്കിങ് കാരണം ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത് ആ മാതാപിതാക്കളുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ഇത്തരം ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. ഈ കാര്യം നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്. കാരണം ജീവൻ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളെ ഓർത്ത് മരിക്കുവോളം നമ്മൾ ദുഃഖിക്കേണ്ടി വരും. ആയതുകൊണ്ട് ചെറിയ സിമ്പിൾ കാര്യമാണ് ഇത്. ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പിടിക്കുക. 2 വയസ്സിന്റെ താഴെയുള്ള മക്കൾക്കാണ് ചോക്കിങ് സംഭവിച്ചതെങ്കിൽ ഇങ്ങനെ പിടിക്കുക. വാ പൊത്തി പിടിക്കാൻ പാടില്ല. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ഇടത് കൈയുടെ പുറഭാഗം ഇടത് കാൽമുട്ടിലേക്ക് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ 2 തുടകളിലായിട്ട് കമഴ്ത്തി കിടത്തുക. എന്നിട്ട് ഇടത് കാലിനെ സ്വല്പം നിവർത്തുക. അപ്പൊ ഒരു 45 ഡിഗ്രി ചെരിവ് കിട്ടും. ഈ കുഞ്ഞിന്റെ 2 തോളലിന്റെ നടുക്ക് ഈ കയ്യിന്റെ ഹീല് കൊണ്ട് 5 ബാക്ക് സ്ലാപ്സ് 5 പ്രാവശ്യം ഫ്രണ്ടിലോട്ട് തള്ളി കൊടുക്കണം. 1 2 3 4 5 5 പ്രാവശ്യം കൊട്ടുമ്പോഴേക്കും കുടുങ്ങിയ വസ്തു പുറത്തേക്ക് വരാറുണ്ട്. അഥവാ വന്നില്ല എങ്കിൽ നേരെ വലത് കൈന്റെ ഈ കൈപ്പത്തി കൊണ്ട് തലയുടെ പിൻഭാഗത്ത് പിടിച്ചിട്ട് നേരെ വലത് തുടയിലേക്ക് മലർത്തി കിടത്തും. എന്നിട്ട് 2 വിരൽ കൊണ്ട് 2 നിപ്പിളിന്റെ നടുക്ക് 5 പ്രാവശ്യം നെഞ്ചിന് അമർത്തുക. 1 2 3 4 5. വീണ്ടും 1 2 3 4 5. ഓരോ കൂട്ട് കുട്ടുമ്പോഴും ഫ്രണ്ടിലോട്ട് നോക്കണം. തൊണ്ടയിൽ കുടുങ്ങിയ വസ്തു പുറത്തേക്ക് തെറിച്ച് പോയിട്ടുണ്ടോ എന്ന് അറിയാൻ ഈ ഒരു ട്രിക്ക് പഠിച്ചു വെച്ചാൽ ചോക്കിങ് കാരണം 95% പിഞ്ചു കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ടു പോവില്ല എന്നാണ്. ആയതുകൊണ്ട് ഓരോ മാതാപിതാക്കളും മനസ്സിൽ പതിച്ചു വെക്കണം. ഇത്തരം ഘട്ടങ്ങളിൽ പതറാതെ ആ സമയം ഈ ഒരു പണി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പൊന്നുമക്കള് നമ്മളെ വിട്ടു പോവില്ല. ഷുവറാണ്. ഓക്കെ, താങ്ക് യു.